ഭദ്ര വൈകി കിടന്നത് കൊണ്ടും യാത്രാക്ഷീണം കൊണ്ടും വൈകിയാണ് എഴുന്നേറ്റത്. അവൾ എഴുന്നേറ്റ പാടെ കുളിച്ച് ഇന്നലെ വാങ്ങിയതിൽ നിന്നൊരു ചുരിദാർ എടുത്ത് ധരിച്ചു. ഷാൾ വെറുതെ കഴുത്ത് ചുറ്റിയിട്ട് മുടി കുളിപ്പിന്നലിട്ട് അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. എത്ര ദിവസം ആ റൂമിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കും? വാങ്ങിയ പൈസയ്ക്കുള്ള തൊഴിൽ എടുത്തേ മതിയാകൂ എന്നൊക്കെ അവൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. ആദ്യം അർജുൻ്റെ അടുത്തേക്ക് പോയാലോ എന്ന് അവൾ കരുതി. പിന്നെ മനസ്സൊന്നും മടിച്ചതും ആ സാഹസത്തിന് മുതിരാതെ അവൾ അടുക്കളയിലേക്ക് ചെന്നു. എന്നാൽ അവിടെയൊന്നും ആരെയും ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് ഇറങ്ങി ഹാളിലേക്ക് എത്തിയിട്ടും ആരെയും കാണാതെ അവൾ ഹാളിലെ സോഫയിലേക്ക് ഇരുന്നു. സമയം മുന്നോട്ട് നീങ്ങി. അവൾ അവിടെ ചുറ്റും നോക്കിക്കൊണ്ട് ആരെങ്കിലും വരുന്നത് നോക്കിയിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ആരെയും കാണാതെ വന്നതും അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു. ശേഷം താഴെയെല്ലാം രാജിയെയും ഷീലയും നോക്കി. താഴത്തെ നിലയിൽ ആരെയും കാണാതെ അവൾ മുകളിലത്തെ നിലയിലേക്ക് പടികൾ കയറി. അർജുനെ കാണേണ്ടി വരും. അവൻ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ സഹിച്ച് അവന് വിധേയായി നിൽക്കണമെന്ന് അവൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് മുകളിലേക്കുള്ള ഓരോ പടികളും കയറിയത്. മുകളിലത്തെ നിലയിലെത്തി അവൾ ചുറ്റും കണ്ണോടിച്ചു. ആരുമില്ലേ എന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കാൻ തോന്നി അവൾക്ക്. എന്നാൽ സ്വന്തമല്ലാത്ത വല്ലവരുടെയും വീട്ടിൽ ശബ്ദമുയർത്തുന്നത് മോശമാണെന്ന് അവൾക്ക് തന്നെ തോന്നിയതും അവൾ പതിയെ അവിടെയെല്ലാം നോക്കി. ഓരോ വാതിലിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് കതകിൽ പതിയെ തട്ടി. ആരുടെയും അനക്കമില്ല എന്ന് മനസ്സിലാക്കി അവൾ അടുത്ത വാതിലുകളും കോറിഡോറുകളും തിരഞ്ഞു. ഒടുവിലെത്തി നിന്നത് ഒരു പ്രാവശ്യം മാത്രം വന്ന് നിന്നിട്ടുള്ള അർജുൻ്റെ റൂമിന് മുൻപിലാണ്. വാതിലിൽ തട്ടാൻ അവൾ കൈ ഉയർത്തിയെങ്കിലും ആ കൈ വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവൾ പിന്നെയാണ് അന്ന് വന്നപ്പോൾ രാജി ഒരു സ്വിച്ച് പ്രസ് ചെയ്തത് ഓർത്തത്. ഭദ്ര വാതിലിൻ്റെ സൈഡിലുള്ള പ്രസ് കണ്ട് അതുതന്നെയാണ് അന്ന് രാജി അമർത്തിയതെന്നോർത്തു. പിന്നെ അർജുൻ ഇറങ്ങി വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് പേടിച്ച് അവൾ തിരികെ പോകാൻ ഒരുങ്ങി. എന്നാൽ ആരെയും കാണാതെ എത്ര നേരം താഴെ നിൽക്കുമെന്നോർത്ത് അവൾ വീണ്ടും ഡോറിന് നേരെ തിരിഞ്ഞ് രണ്ടും കൽപ്പിച്ച് ആ സ്വിച്ചിൽ അമർത്തി. പിന്നെ വേഗം വാതിലിൻ്റെ മുന്നിൽ നിന്ന് അല്പം വിട്ടുനിന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ആരും വരുന്നില്ല എന്ന് കാണേ അവൾ വീണ്ടും വീണ്ടും ആ സ്വിച്ച് അമർത്തി. അർജുൻ വരുന്നില്ല എന്ന് കാണേ അവൾ വാതിലിൽ തട്ടി. സാറേ, അവൾ പതിയെ വിളിച്ചു. അപ്പോഴും അർജുൻ വരുന്നില്ല എന്ന് കാണേ അവൻ ഇവിടെ കാണില്ല എന്ന് അവൾക്ക് തോന്നി. അവൾ തിരിഞ്ഞു നടന്നു. നടക്കുന്നതിനിടയിലും അവൾ വീണ്ടും അർജുൻ്റെ ഡോറിന് നേർക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. താഴെ എത്തി അവൾ വീണ്ടും അടുക്കളയിലേക്ക് ചെന്നു. അവിടെയും വർക്ക് ഏരിയയിലും പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ വഴി അടുക്കള മുറ്റത്തേക്കും അവൾ ഇറങ്ങി. അവിടെയും ആരെയും കാണാതെ വന്നതും അവളിൽ പേടി നിറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പരിഭ്രമപ്പെട്ടു. അവൾ വീണ്ടും ഹാളിൽ തന്നെ വന്നിരുന്നു. ആരെങ്കിലും വരുമായിരിക്കും എന്നോർത്ത് അവൾ അവിടെ തന്നെ ഏറെ നേരം ഇരുന്നു. ഇടയ്ക്ക് ഹാളിലെ ക്ലോക്കിലേക്ക് നോക്കിയതും ഉച്ച കഴിഞ്ഞു എന്നവൾക്ക് മനസ്സിലായി. പിന്നെയും കുറേ നേരം അവൾ അവിടെ ഇരുന്നു. ആരെയും അത്രയും നേരമായിട്ടും കാണാതെ വന്നതും അവളിൽ ഉള്ള ഭയം കൂടി. ഏറെ നേരം കഴിഞ്ഞതും അവൾ മടിച്ച് മെയിൻ ഡോറിനടുത്തേക്ക് ചെന്നു. അത് ലോക്ക് ആണോ എന്നവൾ തലയുയർത്തി നോക്കി. പിന്നെ അതിൻ്റെ ഹാൻഡിലിൽ പിടിച്ച് വലിച്ചതും വെറുതെ ചാരിയിട്ടിരുന്ന ഡോർ തുറന്നു വന്നു. അവൾ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് പുറത്തെ ലോണിലും ഗാർഡൻ ഏരിയയിലുമൊക്കെ അവൾ എത്തി വലിഞ്ഞു നോക്കി. ആരെയും കാണാതെ വന്നതും അവളിൽ നിരാശ നിറഞ്ഞു. തിരിഞ്ഞ് അകത്തേക്ക് കയറാൻ നോക്കവെയാണ് അവൾ ഗേറ്റിനരികിലുള്ള ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള ചെറിയ ബിൽഡിങ്ങിൽ ഒരാളനകം ശ്രദ്ധിച്ചത്. അവളൊന്ന് മടിച്ചെങ്കിലും പിന്നെ വേഗം അവിടേക്ക് നടന്നു. വീടും ഗേറ്റും തമ്മിൽ 100 മീറ്ററോളം ഉണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാത്തതിനാലും അവിടേക്ക് എത്തിയപ്പോഴേക്കും അവൾ നന്നേ ക്ഷീണിച്ചു പോയി. ആളനക്കം കേട്ടതും സെക്യൂരിറ്റി പുറത്തേക്ക് ഇറങ്ങി വന്നു. നീ ഏതാ? ഇവിടേക്ക് എങ്ങനെയാണ് കയറിയത്? സെക്യൂരിറ്റി അവളെ കണ്ടെന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ ഒന്ന് പകച്ചു. മതിൽ ചടിയോ നീ? എടി കൊച്ചേ, ആരാധന മൂത്ത് എന്തൊക്കെയാണ് നീയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഇവിടെ വാടി, ഇതിനകത്ത് കയറാൻ നിനക്ക് ഇത്ര ധൈര്യമോ? സെക്യൂരിറ്റി പെട്ടെന്ന് ദേഷ്യത്തോടെ വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒപ്പം അവളെ പിടിച്ച് വലിച്ച് ഗേറ്റിനടുത്തേക്ക് നീങ്ങി. അയ്യോ, ഞാനിവിടെ ഉള്ളതാണ്. ഭദ്ര അയാൾ ഇപ്പോൾ പുറത്താക്കുമെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് ഇതിനു മുൻപും പലരും അർജുൻ സാറിനെ കാണാൻ ഇതിനകത്ത് കയറിപ്പറ്റാൻ നോക്കിയിട്ടുള്ളത്. സെക്യൂരിറ്റി പുച്ഛത്തോടെ പറഞ്ഞു കൊണ്ട് ഗേറ്റിലെ ലോക്ക് തുറക്കാൻ അവളുടെ കൈ വിട്ടു. ഭദ്ര പെട്ടെന്ന് പുറകിലേക്ക് 2 അടി മാറി. അയാൾ ഗേറ്റ് അല്പം തുറന്ന് അവളെ നോക്കിയപ്പോൾ അവൾ വീണ്ടും പുറകിലേക്ക് 2 അടി വെച്ചു. ഇങ്ങോട്ട് വാ പെണ്ണേ, നിൻ്റെ വീട്ടിൽ എന്താ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? തോന്നിയ പടി കയറി ഒരു വിട്ടേക്കുവാണോ? അയാൾ ചോദിച്ചുകൊണ്ട് അവൾക്ക് നേരെ നടന്നു. അയ്യോ സാറേ, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ അർജുൻ സാറിൻ്റെ അവൾക്ക് എന്താ പറയേണ്ടത്, എങ്ങനെ അവളെ പരിചയപ്പെടുത്തേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു വന്നത് പാതിക്ക് നിർത്തി. അർജുൻ സാറിൻ്റെ ഭാര്യ എന്നാണോ പറയാൻ വരുന്നത്? സെക്യൂരിറ്റി അവളെ നോക്കി വീണ്ടും പുച്ഛത്തോടെ ചോദിച്ചു. ആ ചോദ്യത്തിൽ അവൾ കണ്ണും മിഴിച്ച് അയാളെ നോക്കി. സാറിൻ്റെ ഭാര്യ, കാമുകി, കൂട്ടുകാരി, അമ്മ, അമ്മായിയമ്മ, അമ്മൂമ്മയുടെ അകലത്തിലെ ബന്ധു എന്നൊക്കെ പറഞ്ഞ് 1ഉം 10ഉം അല്ല ആളുകൾ ഇവിടേക്ക് വരുന്നത്. എല്ലാവർക്കും ഒരു നാണമില്ലാതെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അകത്ത് കയറി അർജുൻ സാറിനെ കാണണം. നിൻ്റെയൊക്കെ വേല എൻ്റെ അടുത്ത് നടക്കില്ല. അതും പറഞ്ഞ സെക്യൂരിറ്റി വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു. സാറേ, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ ഒരാഴ്ചയായി ഉണ്ട്.
ഇവിടെ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോ. സാർ, അർജുൻ സാറിനോട് ചോദിച്ചോ. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അയാളുടെ കൈക്കുള്ളിൽ നിന്ന് കൈകൾ വലിച്ചു മാറ്റാൻ അവൾ നോക്കി. എന്നിട്ട് വേണം അർജുൻ സാർ എന്നെ തെറി പറയാൻ. സെക്യൂരിറ്റി പല്ലിറമ്മി അവളെ ഗേറ്റിന് പുറത്തേക്ക് തള്ളിയതും അവൾ നിലത്തേക്ക് വീണുപോയി. അയ്യോ, ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക്. സാറെന്നാൽ ഷീല ചേച്ചിയോ രാജ ചേച്ചിയോ അതല്ലെങ്കിൽ റോണി സാറിനെയോ വിളിച്ചു ചോദിച്ചു നോക്ക്. അവൾ നിലത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് ഗേറ്റ് അടയ്ക്കുന്നതിന് മുൻപ് പറഞ്ഞു. അത് കേൾക്കെ അയാളുടെ നെറ്റി ചുളിഞ്ഞു. അവരെയൊക്കെ അവൾക്ക് എങ്ങനെ അറിയാമെന്നൊരു ചോദ്യം അയാളിൽ ഉയർന്നു. ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞതൊന്നും സാറൊന്ന് വിശ്വസിക്കണം. അവൾ അയാൾക്ക് നേരെ കൈകൂപ്പി കരഞ്ഞു. സെക്യൂരിറ്റി ഒന്ന് ആലോചിച്ചു. ഇവിടെ നിൽക്ക്, ഞാൻ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ. അയാൾ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ഗേറ്റ് അടച്ചു. അത് കണ്ട് അവൾ ഒന്ന് പേടിച്ചു. അയാൾ സെക്യൂരിറ്റി റൂമിലേക്ക് കയറി പോകുന്നത് അവൾ ചെറിയ വിടവിലൂടെ കണ്ടു. അവൾ ഗേറ്റിനോട് ചേർന്ന് നിന്നു. വഴിയെ പോകുന്നവർ നോക്കുന്നത് കണ്ടതും അവൾ വേഗം കണ്ണമർത്തി തുടച്ചു. സെക്യൂരിറ്റി ഷീലയാണ് വിളിച്ചത്. അവരെ വിളിച്ചാൽ വീട്ടിൽ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടായിരുന്നോ എന്ന് തിരക്കി. ഭദ്രയുടെ കാര്യം ഷീല പറയുകയും ചെയ്തു. അത് കേട്ടതും അയാൾ ചൂടായി. ഇവിടെ ആളുണ്ടെന്ന് പറയാതെയാണോ ഇറങ്ങിപ്പോകുന്നത്? സെക്യൂരിറ്റി ചൂടായി ചോദിച്ചുകൊണ്ട് ഫോൺ വെച്ചിട്ട് ഓടി ഗേറ്റിനരികിലേക്ക് വന്ന് ഗേറ്റ് തുറന്നു. ഭദ്ര പ്രതീക്ഷയോടെ അയാളെ നോക്കി. സോറി മാഡം, സോറി. ഇവിടെ മേഡമുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. നൈറ്റ് ഡ്യൂട്ടിക്ക് മറ്റൊരു സെക്യൂരിറ്റി ഉണ്ട്. അയാളും ഒന്നും പറഞ്ഞില്ല. ഷീലയോ രാജിയോ ഒന്നും മേഡത്തെപ്പറ്റി പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ പോയത്. അർജുൻ സാറിനെ കാണണമെന്നൊക്കെ പറഞ്ഞ് പല അടവും എടുത്ത് പലരും ഇവിടേക്ക് വരാറുണ്ട്. അവരെപ്പോലെ ആരെങ്കിലും ആകും മേഡമെന്ന് ഞാൻ കരുതി. അയാൾ വെപ്രാളത്തോടെ അവളെ നോക്കി പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. മേഡം അകത്തേക്ക് കയറിക്കോ. സെക്യൂരിറ്റി ഗേറ്റ് അല്പം കൂടി തുറന്ന് അവളെ നോക്കി താഴ്മയോടെ പറഞ്ഞു. അയാൾ അകത്തേക്ക് കയറാൻ പറഞ്ഞപ്പോഴാണ് അവൾക്കല്പം ആശ്വാസം തോന്നിയത്. അവൾ വേഗം അകത്തേക്ക് കയറി. പിന്നെ വേഗം വീട് ലക്ഷ്യമാക്കി നടക്കാൻ കഴിഞ്ഞു. മേഡം ഒന്ന് നിൽക്കുവോ? സെക്യൂരിറ്റി പെട്ടെന്ന് പുറകിൽ നിന്ന് വിളിച്ചതും അവൾ പൊടുന്നനെ നിന്നു. വീണ്ടും അയാൾ തന്നെ പിടിച്ച് പുറത്താക്കുമോ എന്ന് അവൾക്ക് സംശയം തോന്നി. എങ്കിലും അവൾ പതിയെ അയാളെ നോക്കി. മേഡം അർജുൻ സാറിൻ്റെ ബന്ധുവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മേഡത്തെ പുറത്താക്കാൻ നോക്കിയത്. എന്തൊക്കെയോ വിളിച്ചു പറയുകയും ചെയ്തു. ദയവ് ചെയ്ത് ഇത് സാറിനോട് പറഞ്ഞ് എൻ്റെ ജോലി കളയരുത്. അയാൾ കൈ കൂപ്പി തന്നെ പറഞ്ഞു. ഭദ്ര അമ്പരപ്പോടെ അയാളെ നോക്കി. അയാൾ കൈ കൂപ്പിയിരിക്കുന്നത് കണ്ട് അവൾക്കെന്തോ വല്ലായ്മ തോന്നി. അവൾ വേഗം അവിടുന്ന് തിരിഞ്ഞു നടന്നു. ഈശ്വര, ഈ കൊച്ചു സാറിനോട് വല്ലതും പറയുമോ? സെക്യൂരിറ്റി ചങ്കിൽ കൈവച്ച് ആദ്യയോട് ചോദിച്ചു. പെട്ടെന്ന് ഭദ്ര വന്ന് നിന്നു. പിന്നെ സെക്യൂരിറ്റിക്ക് നേരെ തിരിഞ്ഞു. അതെ സാർ. അവൾ വിളിക്കുന്നത് കേട്ട് അയാൾ അവളെ നോക്കി. എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ മേഡം? എന്നെ കളിയാക്കാൻ വേണ്ടിയാണോ മേഡം എന്നെ സാറെന്ന് വിളിക്കുന്നത്? അയാൾ ചോദിക്കുന്നത് കേട്ടതും അവളൊന്ന് പതറി. അത് ഇവിടെയുള്ളവർ എവിടെ? ഭദ്ര മടിച്ച് അയാളോട് ചോദിച്ചു. അത് മേഡം, അർജുൻ സാർ തിരക്കിട്ട് രാവിലെ തന്നെ പോയി. കൂടെ ടോണി സാറും പിന്നെ രാജേഷ് ഷീലയും അവരുടെ വീട്ടിൽ പോയി. ഇനി സാർ വരുമ്പോഴേ അവർ വരൂ. അയാൾ പറയുന്നത് കേട്ട് അവളൊന്ന് ഞെട്ടി. രാജിയുടെ മോൻ എന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടും പെട്ടെന്ന് പോയതാണത്രേ. മേഡത്തിനോട് പറയാൻ വിട്ടുപോയെന്ന് ഷീലയെ ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു. അവർ ധൃതി വെച്ച് പോയതുകൊണ്ടാണ് എന്നോട് മേഡത്തിനെ പറ്റിയൊന്നും പറയാതിരുന്നത് എന്ന് ഷീല പറഞ്ഞു. അയാൾ കൂട്ടിച്ചേർത്തു. അവരെല്ലാം എപ്പോൾ വരും? അവളുടെ വെപ്രാളത്തോടെയുള്ള ചോദ്യം കേൾക്കെ അയാളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഷീലയും രാജയും ഇനി സാറിൻ്റെ മാനേജർ വിളിക്കുമ്പോഴേ ഇനി വരൂ. അതിന് അർജുൻ സാർ വരണം. സാർ ഉടനെ ഇങ്ങോട്ട് കാണുമോ? എവിടേക്കാണ് പോയേക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല മേഡം. മേഡം സാറിനെ ഒന്ന് വിളിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. സെക്യൂരിറ്റി പറഞ്ഞു നിർത്തി അവളെ നോക്കി. ഭദ്ര അവിടെ തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്നു. പിന്നെ സെക്യൂരിറ്റിയുടെ സംശയത്തോടെയുള്ള നോട്ടം കാണെ അവൾ വേഗം വീടിന് നേർക്ക് നടന്നു. അർജുൻ സാറിൻ്റെ ബന്ധു തന്നെയാണോ ഈ പെണ്ണ്? സെക്യൂരിറ്റി സംശയത്തോടെ അവൾ പോകുന്നത് നോക്കി ചോദിച്ചു പോയി. ഭദ്ര തിരികെ ഹാളിലേക്ക് കയറി. എല്ലാവരും പോയി. ഞാനെന്താ ചെയ്യേണ്ടത്? ഞാനിവിടെ തനിച്ച്. അയ്യോ ഈശ്വര, ഞാൻ എന്താ ചെയ്യുക? ഭദ്രയ്ക്ക് ആകെ വെപ്രാളവും ആദ്യം നിറഞ്ഞു. അർജുൻ സാർ എവിടെ പോയതാകും? ഷീല ചേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ വെപ്രാളത്തോടെ ഹാളിലൂടെ തലങ്ങും വിലങ്ങും നടന്നു. ഷാളിൻ്റെ അറ്റകം കൈകൾ കൊണ്ട് തിരുത്തി പിടിക്കുന്നുണ്ടായിരുന്നു അവൾ. ഇതേ സമയം തിരുവനന്തപുരത്തെ പ്രധാന സ്വകാര്യ ആശുപത്രിയിലെ ഒരു ICUവിന് മുന്നിൽ ആദ്യയോടെ നിൽക്കുകയാണ് അർജുൻ. അവൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാതെ വന്നുവെന്ന് രാവിലെ കേട്ടപ്പോൾ ഓടിപ്പിടിച്ച് വന്നതാണവൻ. ICUവിന് മുന്നിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഉള്ളം അലമുറയിടുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അവൻ ഓർക്കാൻ കൂടി കഴിയില്ല. അവൻ ICUവിന് മുന്നിലെ ഭിത്തിയിൽ ചാരി ICUവിൻ്റെ ഡോറിലേക്ക് നോക്കി നിന്നു. സാർ. അവൻ്റെ നിൽപ്പ് കണ്ട് ടോണി അവനെ നോക്കി വിളിച്ചു. അർജുനൊന്നും മിണ്ടാതെ അതേ നിൽപ്പ് തുടർന്നു. പിന്നെയാണ് അവൻ്റെ നോട്ടം അവരെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീയിലെത്തിയത്. അത് അമ്മയെ നോക്കാൻ വീട്ടിൽ ജോലിക്ക് നിർത്തിയിരുന്ന സ്ത്രീയായിരുന്നു. അവൻ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. ശരിക്കും എന്താ പറ്റിയത്? അമ്മയ്ക്ക്? അർജുൻ അവരോട് പതിയെ ചോദിച്ചു. അത് മേഡം
രാവിലെ വിളിച്ചപ്പോൾ കണ്ണ് തുറന്നില്ല, ഒന്നിനോടും റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ മൂക്കിലൂടെ ബ്ലഡ് വന്നു, യൂറിനും മറ്റും നിർത്താതെ പോയി. അവൾ അവനെ നോക്കാതെ പതിയെ പറഞ്ഞു. അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവിടെ ഇട്ടിരുന്ന ചേഴ്സിലൊന്നിൽ തലയ്ക്ക് കൈയെടുത്തിരുന്നു പോയി. തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവൻ ആ നിമിഷം ആശിച്ചു പോയി. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് വന്നത് ഭദ്രയുടെ മുഖമാണ്. അവൻ മുടികളിൽ കൈ കോർത്ത് പിടിച്ചു. പിന്നെ തല ഉയർത്തി ടോണിയോട് സംസാരിക്കാൻ ഒരുങ്ങിയ നേരമാണ് ഐസിയുവിൻ്റെ ഡോർ തുറന്ന് 2 ഡോക്ടറും ഒരു നേഴ്സും ഇറങ്ങി വന്നത്. ഡോക്ടർ, എൻ്റെ അമ്മ. അർജുൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് ചോദിച്ചു. അർജുൻ, തൻ്റെ അമ്മ ഓക്കെയാണ്. അവൻ്റെ പേടിയോടെയും വെപ്രാളത്തോടെയും ഉള്ള നിൽപ്പ് കണ്ട് ആദ്യം തന്നെ ഒരു സീനിയർ ഡോക്ടർ അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. അത് കേൾക്കെ അർജുന് കുറച്ചൊന്നുമല്ല ആശ്വാസമായത്. അവനൊന്ന് ദീർഘം നിശ്വസിച്ചു. രാവിലെ കൊണ്ടുവന്നപ്പോൾ സീരിയസ് ആയിരുന്നു. ഞങ്ങൾ വെൻറ്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ഇടയ്ക്കൊന്ന് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ബോഡി വീക്കാവുകയും ഹാർട്ട് ബീറ്റിൽ നല്ല വേരിയേഷൻ സംഭവിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെയും വെൻറ്റിലേറ്ററിൽ തുടരേണ്ടതായി വന്നു. അത് കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ ഗ്യാപ്പിട്ടിട്ട് അല്പം മുൻപ് ബോഡി ചെക്ക് ചെയ്തപ്പോൾ മരുന്നിനോട് ബോഡി പൊരുത്തപ്പെടുന്നതിൻ്റെ സിംറ്റംസ് കാണിച്ചു. അത് പോസിറ്റീവാണ്. എന്തായാലും വെൻറ്റിലേറ്ററിൽ തന്നെ തുടരട്ടെ. ഒന്നെങ്കിൽ രാത്രി, അല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഡോക്ടർ പറഞ്ഞു. എങ്കിലും അർജുൻ്റെ മുഖത്താകെ ആശങ്ക നിറഞ്ഞിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ഞങ്ങളും ഏറ്റവും ബെസ്റ്റാണ് തൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത്. താൻ പേടിക്കേണ്ട, ഒന്നും വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, ഡോക്ടർ പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി അവിടുന്ന് നടന്നു. മറ്റൊരു ഡോക്ടർ അവിടെ നിന്നത് അർജുൻ്റെ തോളിൽ കൈവച്ചു. അർജുൻ, താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ പോസിറ്റീവായിട്ടിരിക്കുക. ശ്രീരാഗ്, എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? അർജുൻ ആ ഡോക്ടറിനെ നോക്കി ആദ്യയോട് ചോദിച്ചു. ഒന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം അർജുൻ, അതേ എനിക്ക് പറയാൻ കഴിയൂ, ആ ഡോക്ടറും അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. അർജുൻ അവിടെ അങ്ങനെ തന്നെ നിന്ന് പോയി. അമ്മയില്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ ആരാ ഉള്ളത്? അമ്മേ, എൻ്റെ അരികിലേക്ക് തിരികെ വന്നേക്കണേ, ഇല്ലേ അമ്മയുടെ മോൻ തനിച്ചായി പോകും. അവൻ മനസ്സിൽ അമ്മയോടായി അപേക്ഷിച്ചു. അജു. പെട്ടെന്നൊരു വിളി കേട്ട് അവൻ നോക്കിയപ്പോൾ കണ്ടു അവനടുത്തേക്ക് ഓടിയെത്തുന്ന റിയാസിനെ. അജു, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? റിയാസ് ആശങ്കയോടെ ചോദിച്ചു. അജുൻ ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ റിയാസിനെ ഇറകെ കെട്ടിപ്പിടിച്ചു. അവൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് റിയാസിന് ആലോചിക്കാൻ കഴിയുമായിരുന്നു. അതിനാൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ അർജുനെ ചേർത്ത് പിടിച്ചു. അവൻ ഓക്കെ ആണെന്ന് ആദ്യം പറഞ്ഞു, പക്ഷെ വെൻറ്റിലേറ്ററിലാണ്. എനിക്കറിയില്ലടാ. അമ്മയ്ക്ക് വല്ലതും സംഭവിച്ചാൽ? ഏറെ നേരങ്ങൾക്ക് ശേഷം അർജുൻ ഒന്ന് ഓക്കെ ആയതും റിയാസിനെ നോക്കി പറഞ്ഞു. എന്ത് സംഭവിക്കാനാടാ? അമ്മ ഓക്കെ ആയിരിക്കും. നിന്നെ പെട്ടെന്ന് നിൻ്റെ അമ്മ എവിടേക്കും പോകില്ല, റിയാസ് അർജുനെ നോക്കി ഉറപ്പോടെ പറഞ്ഞു. അർജുനെ ആശ്വസിപ്പിക്കാൻ പറയുമ്പോഴും റിയാസിന് അമ്മയെക്കുറിച്ച് ഓർത്ത് ആശങ്കയുണ്ടായിരുന്നു. പെട്ടെന്ന് ഫോൺ അടിക്കുന്നത് കേട്ട് റിയാസ് ഫോൺ എടുത്ത് നോക്കി. യദുവാണ്. അർജുനും അത് കണ്ടിരുന്നു. റിയാസ് ഫോൺ അറ്റൻഡ് ചെയ്തു. നിനക്ക് വിളിച്ചാൽ ഫോൺ എടുത്താൽ എന്താണ് നാറി? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അജു എവിടെ? അവൻ ഓക്കെ ആണോ? ആദ്യം ദേഷ്യത്തോടെയും പിന്നെ ടെൻഷനോടെയുമുള്ള യദുവിൻ്റെ സ്വരം റിയാസിനെ തേടിയെത്തി. അർജുനും കേട്ടിരുന്നു അവൻ്റെ ശബ്ദം. ഞാൻ ഡ്രൈവ് ചെയ്തതിൻ്റെ ഇടയിൽ എടുക്കാനിരുന്നതാണടാ. അമ്മ ഓക്കെയാണ്. അജുവും. റിയാസ് പതിയെ പറഞ്ഞു. നീ അവൻ്റെ അടുത്താണോ? യദു ചോദിച്ചു. അതെ, ഞാൻ സ്പീക്കറിലിടാം, നീ പറഞ്ഞു. റിയാസ് അതും പറഞ്ഞ് ഫോൺ സ്പീക്കറിലിട്ടു. അജു, നീ ടെൻഷൻ അടിക്കേണ്ട. നിന്നെ കാണാതെ ഇത്രയും ദിവസം ഇരുന്നപ്പോൾ നിന്നെ അടുത്തെത്തിക്കാനായിട്ട് അമ്മ ഒരു നമ്പർ ഇട്ടതാകും. യദു പറയുന്നത് കേട്ട് അർജുനിൽ മങ്ങിയൊരു ചിരി വിരിഞ്ഞു. അമ്മയ്ക്കൊന്നും പറ്റില്ലടാ, ഞാൻ വരണോ അവിടേക്ക്? യദു ചോദിച്ചു. വേണ്ടടാ, റിയാസ് ഉണ്ടല്ലോ, നീ റെസ്റ്റ് എടുത്തോ, അർജുൻ പതിയെ പറഞ്ഞു. റിയാസ് സ്പീക്കർ മോഡ് മാറ്റി പതിയെ അർജുൻ്റെ അരികിൽ നിന്ന് മാറി. യദു, റിയാസ് വിളിച്ചു. നീ എവിടെയാ? ഞാൻ അവൻ്റെ അടുത്തുനിന്ന് മാറി. അമ്മയ്ക്ക് എങ്ങനെയുണ്ടടാ? യദു ആശങ്കയോടെ ചോദിച്ചു. വെൻറ്റിലേറ്ററിലാണ്, കൂടുതൽ അറിയില്ല. ഞാൻ അജുവിനെ കൂടാതെ ഡോക്ടറിനെ പോയി ഒന്ന് കണ്ടു നോക്കട്ടെ, റിയാസ് ഗൗരവത്തിൽ പറഞ്ഞു. എന്നാൽ പോയി കാണും, എന്നിട്ട് എന്നെ വിളിക്കണേ. വിളിക്കാം, നീ വെച്ചോ, റിയാസ് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ശേഷം അർജുനെ തിരിഞ്ഞൊന്ന് നോക്കി. ചേറിലിരുന്ന് ഭിത്തിയിലേക്ക് ചാരി കണ്ണടച്ചിരിക്കുകയാണ് അർജുൻ. അതൊന്ന് നോക്കി നിശ്വസിച്ച് റിയാസ് ഡോക്ടറിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. മണിക്കൂറുകൾ പിന്നെയും കടന്നുപോയി. അർജുൻ്റെ അമ്മയെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി. മെഡിസിനോട് ബോഡി റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയതും കൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത് കേട്ടപ്പോൾ അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ റിയാസിനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കണ്ണുനീരിനെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു. സി അർജുൻ, തൻ്റെ അമ്മ പാരലൈസായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ. പിന്നെ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് കറക്റ്റായിട്ട് കൊടുത്ത് തൻ്റെ അമ്മ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഒപ്പം ആളുടെ മനസ്സും പോസിറ്റീവായിട്ട് ഇരുന്നാലേ അമ്മയ്ക്കും ഒരു ഉണർവുണ്ടാകൂ, ഡോക്ടർ അർജുനെ നോക്കി പറഞ്ഞു. സീനിയർ ഡോക്ടറിൻ്റെ ക്യാബിനിലായിരുന്നു അർജുൻ. അവനൊപ്പം റിയാസ് ഉണ്ടായിരുന്നു.
കൂടാതെ മറ്റ് 2 ഡോക്ടേഴ്സും അർജുൻ അവരെ സംശയത്തോടെ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ വരുമ്പോൾ തൻ്റെ അമ്മയുടെ കണ്ടീഷൻ മോശമായിരുന്നു. ആക്ച്വലി അമ്മയ്ക്ക് ചെറിയ തോതിൽ ഫുഡ് പോയ്സൺ അടിച്ചിട്ടുണ്ട്. ഡോക്ടർ പറയുന്നത് കേട്ട് അർജുനും റിയാസും ഞെട്ടി. ഫുഡ് പോയ്സൺ? റിയാസ് സംശയത്തോടെ ചോദിച്ചു. യെസ്, കൊടുത്ത ഡ്രിങ്ക്സിൽ നിന്നോ ഫുഡിൽ നിന്നോ പറ്റിയതാണ്. പിന്നെ ഫുഡ് പേസ്റ്റ് ആക്കിയാണല്ലോ അമ്മയ്ക്ക് കൊടുക്കേണ്ടത്. പക്ഷേ അതിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. റൈസിൻ്റെയും മറ്റും സാമ്പിൾ വായിൽ നിന്ന് കിട്ടി. പിന്നെ അമ്മ ഒട്ടും ക്ലീൻ ആയിരുന്നില്ല. യൂറിനും പൂപ്പ് ഒന്നുമല്ല ഞങ്ങൾ പറയുന്നത്. പകരം തൻ്റെ അമ്മയുടെ ശരീരത്തിൽ അഴുക്കുണ്ടായിരുന്നു. കൃത്യമായി ക്ലീൻ ചെയ്യാത്തതിൻ്റെ എല്ലാ അടയാളവുമുണ്ട്. ഇൻഫെക്ഷനൊക്കെ വരാനും ബോഡി അളിയാനും ഒക്കെ അത് ധാരാളമാണ്. ഡോക്ടർ പറയുന്നത് കേട്ട് അർജുൻ പകച്ചുപോയി. ഡോക്ടർ, അമ്മ? അർജുൻ എന്ത് പറയണമെന്നറിയാതെ ഇരുന്നു പോയി. എപ്പം എന്തോ ആലോചിച്ചതുപോലെ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. തൻ്റെ തിരക്കൊക്കെ ഞങ്ങൾക്കറിയാം. ഹോം നേഴ്സിനെ വെച്ചിട്ടില്ലായിരുന്നോ? ഡോക്ടർ അവനെ നോക്കി ചോദിച്ചു. ഓഫ് കോഴ്സ് ഡോക്ടർ. ഒന്നല്ല 2 പേരെയാണ് അമ്മയെ നോക്കാൻ ഇവൻ നിർത്തിയേക്കുന്നത്. അമ്മയുടെ കാര്യത്തിൽ ഒരു വീഴ്ചയും പാടില്ല എന്ന് ഇവന് നിർബന്ധമുണ്ടായിരുന്നു. റിയാസ് ഡോക്ടറിനെ നോക്കി പറഞ്ഞു. 1 or 2 പേരെ നിർത്തുന്നതിലല്ല കാര്യം, അമ്മയെ നന്നായി നോക്കാവുന്ന ആളാണോ എന്നതിലാണ്. സീനിയർ ഡോക്ടർ അർജുനെ നോക്കി പറഞ്ഞു. അർജുൻ ഒന്നും പറയാനാകാതെ തല താഴ്ത്തിയിരുന്നു പോയി. അത് കണ്ട് റിയാസ് അവൻ്റെ തോളിൽ കൈവച്ചു. പിന്നെ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ യാതൊരു ലക്ഷ്യവും തൻ്റെ അമ്മയുടെ ബോഡിയിൽ കാണാനില്ല. നോക്കാൻ നിർത്തിയവർ മെഡിസിൻ പോലും ശരിക്കും കൊടുത്തിരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, ഡോക്ടർ കൂട്ടിച്ചേർത്തു. ഏറെ നേരം അവർ അർജുൻ്റെ അമ്മയുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി സംസാരിച്ചു. തിരികെ ICUവിന് മുന്നിലേക്ക് നടക്കുമ്പോൾ അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. അവൻ നേരെ ചെന്ന് നിന്നത് അമ്മയെ നോക്കാൻ നിർത്തിയിരുന്ന ഹോം നഴ്സുകളുടെ അടുത്തേക്കാണ്. അവൻ്റെ വരവ് കണ്ടതും അവർ പേടിയോടെ എഴുന്നേറ്റു. നിങ്ങളെന്താ എൻ്റെ അമ്മയെ കൊല്ലാൻ കൊടുത്തത്? അവൻ അവർക്ക് നേരെ അലറി. ആ പരിസരത്തുണ്ടായിരുന്നവർ അവൻ്റെ ശബ്ദം കേട്ട് അവിടേക്ക് നോക്കി. ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ എന്താ എൻ്റെ അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്തതെന്ന്? അവൻ അവരുടെ അടുത്തേക്ക് 2 അടി വെച്ച് അവരോട് വീണ്ടും അലറി. സാർ, ഞങ്ങൾ ഒന്നും കൊടുത്തില്ല, അവരിൽ ഒരാൾ പേടിയോടെ പറഞ്ഞു. നിങ്ങളൊന്നും കൊടുത്തില്ലെന്ന് മനസ്സിലായി. നേരാവണ്ണം മെഡിസിനും ഫുഡും ഒന്നും കൊടുത്തില്ലെന്ന്, കൊടുത്തതും അമ്മയ്ക്ക് പിടിക്കാഞ്ഞതാണെന്നും ഒക്കെ മനസ്സിലായി. റിയാസാണ് അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞത്. മാസാമാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളല്ലേ ഞാൻ ഇട്ട് തരുന്നത്. നിങ്ങൾ പറയുമ്പോൾ എല്ലാം നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതൽ തരാറുമുണ്ട്. അങ്ങനെ ഞാൻ വാരിക്കോരി തന്നത് നിങ്ങൾ എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്നു എന്നൊക്കെ കരുതിയാണ്. എന്നാൽ അർജുൻ വിഷമത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു നിർത്തി. അവൻ്റെ മുഖം കുറച്ച് കൂടി തീക്ഷ്ണമായി. മഹേശ്വരൻ നമ്പ്യാർ പറഞ്ഞതനുസരിച്ചാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? അർജുൻ്റെ ചോദ്യത്തിൽ അവർ ഒന്ന് ഞെട്ടി. പിന്നെ പരസ്പരം നോക്കി തല താഴ്ത്തി നിന്നു. അവരുടെ ഭാവങ്ങൾ കണ്ട അർജുന് അവൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചിരുന്നു. ഇനി നിങ്ങളുടെ ആവശ്യം ഇവിടെയില്ല, നിങ്ങൾക്ക് പോകാം. ഇനി എൻ്റെ വീടിൻ്റെയും അമ്മയുടെയും പരിസരത്ത് പോലും നിന്നെയൊക്കെ കണ്ടുപോകരുത്, അവൻ പല്ലെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അവരെ വിടണ്ടടാ, പോലീസിനെ വിളിക്കാം, നമുക്ക് കേസ് കൊടുക്കാം. ഇവരെ വെറുതെ വിട്ടാൽ ശരിയാകില്ല, റിയാസ് അർജുനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട ആ സ്ത്രീകൾ ഭയത്തോടെ അവനെ നോക്കി. വേണ്ടടാ, ഇവർ പോട്ടെ. എനിക്ക് ഇവരെയല്ല വേണ്ടത്. ഇവരെ എൻ്റെ അമ്മയെ നോക്കാൻ ഏൽപ്പിച്ച എൻ്റെ തന്തയുണ്ടല്ലോ, അയാളെയാണ് എനിക്ക് കാണേണ്ടത്. ഉടനെ കാണുന്നുണ്ട് ഞാൻ അയാളെ, അർജുൻ ദേഷ്യത്തിൽ പറഞ്ഞു. ആ സ്ത്രീകൾ അപ്പോൾ തന്നെ സ്ഥലം കാലിയാക്കി. സമയം വീണ്ടും കടന്നുപോയി. ഭദ്ര ഹാളിലെ സോഫയിൽ ചുരുണ്ടു കൂടിയിരുന്നു. അവിടെ ആകെ ഇരുട്ട് മൂടിയിരുന്നു. പെട്ടെന്ന് അവളുടെ മുഖത്തിന് നേരെ ഒരു ടോർച്ച് വെട്ടം അടിച്ചതും അവൾ ഞെട്ടലോടെ ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. മേഡം, മേഡം എന്താ ഇരുട്ടത്തിരിക്കുന്നത്? ഒരാളുടെ ശബ്ദം അവൾ കേൾക്കുകയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവിടെയാകും വെട്ടം പടരുകയും ചെയ്തു. ഭദ്ര നോക്കിയപ്പോൾ കണ്ടു ലൈറ്റ്സ് എല്ലാം ഇടുന്ന മറ്റൊരു സെക്യൂരിറ്റി യൂണിഫോം വേഷം ഇട്ടയാളെ. രവി പോയപ്പോൾ പറഞ്ഞിരുന്നു അർജുൻ സാറിൻ്റെ റിലേറ്റീവ് ഇവിടെ ഉണ്ടെന്ന്. ഇത്രയും നേരമായിട്ടും പുറത്തും അകത്തും വെട്ടമൊന്നും കാണാഞ്ഞിട്ട് ഞാൻ വന്നതാ, സെക്യൂരിറ്റി അവളെ നോക്കി പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ നിന്നു. മേഡം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവളുടെ ഒന്നും പ്രതികരിക്കാതെയുള്ള നിൽപ്പ് കണ്ട് അയാൾ ചോദിച്ചു. അവൾ ഒന്നുമില്ല എന്ന് തലയനക്കി. ഞാൻ പുറത്തുണ്ട്, മേഡത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അയാൾ അവളെ സംശയത്തോടെ ഒന്നും നോക്കി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് പോയി. ഭദ്ര വേഗം തന്നെ തുറന്നു കിടന്ന മെയിൻ ഡോർ അടച്ചു കുറ്റിയിട്ടു. പിന്നെ എല്ലായിടവും ഒന്ന് നോക്കി. ഒറ്റയ്ക്ക് അത്രയും വലിയ വീട്ടിൽ നിൽക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ഭയം അവളിൽ നിറഞ്ഞിരുന്നു. ഇനി എങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ആരും വരാൻ പോകുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. നന്നായി വിശക്കുന്നത് കൊണ്ട് തന്നെ അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. അവിടെയെല്ലാം മിഴിഞ്ഞ കണ്ണാലെ അവൾ നോക്കി. പിന്നെ പതിയെ ചെന്നൊരു ഗ്ലാസ് എടുത്ത് പൈപ്പ് തുറന്ന് പിടിച്ച് അവൾ ആ വെള്ളം കുടിച്ചു. പിന്നെ അവിടെ മൂടിയിരുന്ന ഒരു പാത്രം തുറന്നു നോക്കി. അതിൽ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിരുന്നത് അവൾ കണ്ടു. രാവിലെ ഷീലയൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് പോയതായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. മറ്റൊരു ബൗൾസ് തുറന്നു നോക്കിയതും അതിലൊന്നിൽ മുട്ടക്കറിയും മറ്റൊരു പാത്രത്തിൽ ചിക്കൻ കറിയും ഇരിപ്പുണ്ടായിരുന്നു. അവൾ വേഗം ഒരു പാത്രമെടുത്ത് 2 ഇടിയപ്പവും അല്പം മുട്ടക്കറിയുടെയും എടുത്ത് നിലത്തേക്ക് ചടഞ്ഞിരുന്ന് പെട്ടെന്ന് വാരി കഴിക്കാൻ തുടങ്ങി. നന്നേ വിശന്നത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അത് വാരി കഴിച്ചു. ശേഷം പാത്രം കഴുകി വെച്ച് കുറച്ച് വെള്ളം കൂടി അവൾ കുടിച്ചു.
പിന്നെ വേഗം അവിടെ നിന്ന് അവൾ ഉപയോഗിച്ചിരുന്ന റൂമിലേക്ക് പോയി. ആ റൂമിൻ്റെ വാതിലടച്ച് ബെഡിലേക്ക് കയറിയിരുന്നു. എത്ര ദിവസം ഇവിടെ ഇങ്ങനെ നിൽക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. തന്നെ തനിച്ചാക്കി എല്ലാവരും ഇവിടേക്ക് പോയതാണെന്നോർത്ത് ഹെഡ് ബോർഡിലേക്ക് ചാരി അവളിരുന്നു. ആ ഇരിപ്പിൽ തന്നെ ഇരുന്ന് അവൾ മയങ്ങിപ്പോയി. പിറ്റേന്ന് വെളുപ്പിന് തന്നെ അവൾ എഴുന്നേറ്റു. ഏറെ നേരം ഒരേ ഇരിപ്പ് ഇരുന്നതുകൊണ്ട് തന്നെ അവളുടെ കഴുത്തും നടുവും എല്ലാം കഴിച്ചിരുന്നു. അവൾ ഒന്ന് കുളിച്ച് വസ്ത്രം മാറി കുറച്ചു നേരം റൂമിൽ തന്നെ ഇരുന്നു. ഇനി ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാകുമോ എന്ന് കരുതി അവൾ പതിയെ റൂമിൽ നിന്നിറങ്ങി അടുക്കളയിലേക്ക് നടന്നു. അവിടെ ആരുമില്ല എന്ന് കണ്ടതും അവളിൽ നിരാശ നിറഞ്ഞു. കുറച്ച് കാപ്പി കുടിക്കാൻ അവൾക്ക് വല്ലാതെ ആഗ്രഹം തോന്നിയതും അവൾ കിച്ചണിലേക്ക് കയറി എല്ലാം ഒന്ന് നോക്കി. ഏത് പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുമെന്ന് ഓർത്ത് അവൾ നിന്നു. കൂടാതെ കാപ്പിപ്പൊടിയോ ചായപ്പൊടിയോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഒന്നും കാണാത്തത് കണ്ട് അവൾ വിഷമത്തോടെ ചുണ്ടു പിളർത്തി പോയി. പിന്നെ ക്യാബിനറ്റ്സ് കണ്ട് അവൾ പതിയെ ഓരോന്ന് തുറന്നു നോക്കി. അങ്ങനെ കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൾ ഒരു പാത്രവും തേയിലപ്പൊടിയും എടുത്തു വെച്ചു. ഇനി അടുപ്പ് എവിടെയാ? അവൾ സ്വയം ചോദിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഒരു അടുപ്പ് പോലും ഇല്ലാത്ത വീടാണോ ഇത്? അവൾ പരിഭവത്തോട് ചോദിച്ചു പോയി. പിന്നെ എപ്പോഴോ അടുക്കളയിലേക്ക് വന്നപ്പോൾ രാജയും ഷീലയും ഒക്കെ എന്തോ തയ്യാറാക്കുന്നത് കണ്ട സ്ഥലത്ത് ചെന്ന് നിന്ന് നോക്കി. ആ ഇരണ്ടിനോട് ചേർന്ന് 2-3 വട്ടം പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവൾ അവിടെ ഒന്ന് കൈവച്ചതും പെട്ടെന്ന് ആ സ്ഥലത്ത് ലൈറ്റ് കത്തി. കൂടാതെ ഒരു ബാറിൽ എന്തോ എഴുതി കാണിക്കുന്നത് പോലെയും കണ്ടു. അവൾ സൂക്ഷിച്ചു നോക്കി. ടെമ്പ്. അവൾ പതിയെ വായിച്ചു. ഇതെന്താ എൻ്റെ ഈശ്വര? അവൾ ഒന്നും മനസ്സിലാകാതെ നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കിപ്പോയി. കാപ്പി കുടിക്കണമെന്ന ആഗ്രഹം ഉപേക്ഷിച്ച് അവൾ ഇന്നലെ ആഹാരം കണ്ട പാത്രങ്ങൾ തുറന്നു നോക്കി. വെളിച്ചമണം മൂക്കിലേക്ക് അടിച്ചു കയറിയതും അവൾ വായും മൂക്കും പൊത്തിപ്പിടിച്ച് പാത്രം വേഗം തന്നെ അടച്ചു. അവളുടെ കണ്ണുകൾ വേഗം തന്നെ നിറഞ്ഞു. അത് വിശന്നത് കൊണ്ടായിരുന്നില്ല, പകരം അത്രയും ആഹാരം പാഴായി പോയതോർത്തിട്ടായിരുന്നു. ഒന്നും കഴിക്കാനില്ലാതെ പട്ടിണി കിടന്ന ദിവസങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. ഹോസ്പിറ്റലിൽ തന്നെ ഒരു VIP റൂമിലായിരുന്നു അർജുനും റിയാസും. അർജുൻ അല്പം പോലും ഉറങ്ങാൻ സാധിച്ചില്ല. അമ്മയെ കാണാതെ ഒന്നിനും പറ്റുകയില്ല എന്ന് അവനറിയാമായിരുന്നു. ഉറങ്ങുന്ന റിയാസിനെ ഒന്ന് നോക്കി റൂമിലെ വലിയ വിൻഡോയുടെ സൈഡിലേക്ക് അർജുൻ ചെന്ന് നിന്നു. കർട്ടൻ വലിച്ചു മാറ്റി അവൻ ഏറെ നേരം അവിടെ തന്നെ നിന്നു. അവൻ്റെ മനസ്സിൽ ആ നേരം മുഴുവനും അവൻ്റെ അമ്മയുമായിട്ടുള്ള നിമിഷങ്ങളും ഒപ്പം ചെറുപ്പത്തിലെ ഓരോ കൈപ്പേറിയ ഓർമ്മകളുമായിരുന്നു. ഓരോന്നോർക്കെ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. റൂമിലെ ഫോൺ റിങ് ചെയ്തതും അർജുൻ അത് ചെന്നെടുത്തു. അമ്മയെ ഇപ്പോൾ ഒന്ന് ICUവിൽ കയറി കാണാമെന്ന് അറിയിപ്പ് കിട്ടിയതും അവൻ വേഗം തന്നെ വാഷ്റൂമിൽ കയറി മുഖം ഒന്ന് കഴുകി അവിടുന്ന് ICU ലക്ഷ്യമാക്കി നടന്നു. അമ്മ കോൺഷ്യസ് അല്ല, ജസ്റ്റ് കണ്ടിട്ട് വരിക, ഓക്കെ? ഡോക്ടർ അവന് നിർദ്ദേശം കൊടുത്തു. ശേഷം ഒരു മാസ്കും ഗൗണും അത് ധരിച്ച് അർജുൻ അകത്തേക്ക് കയറി. ബെഡിലായി മയങ്ങിക്കിടക്കുന്ന അമ്മയെ കാണേ അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കുനിഞ്ഞ് അമ്മയുടെ നെറ്റിയിലായി ചുണ്ടുകൾ അമർത്താൻ ഒരുങ്ങി. എന്നാൽ അവിടെ നിന്നിരുന്ന നേഴ്സ് അത് തടഞ്ഞു. ഇൻഫെക്ഷൻ ആകും സാർ. നേഴ്സ് പറഞ്ഞതും അവൻ അമ്മയെ തൊടാതെ ഇച്ചിരി മാറി നിന്നു. കുറച്ചു നേരം അവൻ അവൻ്റെ അമ്മയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അമ്മയ്ക്ക് തന്ന ഒറ്റ വാക്കിൻ്റെ പുറത്താണ് ഞാൻ ഇപ്പോഴും അയാളെ സഹിച്ചു ജീവിക്കുന്നത്. പക്ഷേ അയാൾ കാരണം അമ്മ എന്നെ വിട്ടു പോയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അമ്മേ. അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു. പിന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റി അവൻ ICUവിന് പുറത്തേക്കിറങ്ങി അവൻ കണ്ടത് ICUവിന് പുറത്തുകൂടി ടെൻഷനോടെ തലങ്ങും വിലങ്ങും നടക്കുന്ന അവൻ്റെ മാനേജറായ ജോൺസണിനെയും റിയാസിനെയുമാണ്. റിയാസ് ഫോണിലേക്ക് ടെൻഷനോടെ നോക്കുന്നുണ്ട്. അർജുൻ നെറ്റിച്ചൊളിച്ചുകൊണ്ട് അവൻ അരികിലേക്ക് നടന്നു. അർജുൻ മഹേഷിൻ്റെ യഥാർത്ഥ മുഖം പുറത്തായിരിക്കുകയാണ്. മീഡിയയുടെ മുന്നിൽ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നത് പോലെ അഭിനയിക്കുകയും ക്യാമറയ്ക്ക് പിന്നിൽ സ്ത്രീകളോട് അനാദരവ് കാണിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരാൾ രൂപമാണ് അർജുൻ മഹേശ്വർ. റിയാസ് നോക്കുന്ന ഫോണിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം കേട്ടതും അർജുൻ പെട്ടെന്ന് നിശ്ചലനായിപ്പോയി. അവൻ്റെ മനസ്സിലേക്ക് ഭദ്രയുടെ മുഖം ഓർമ്മ വന്നു. ഇതേസമയം അർജുൻ്റെ കൊച്ചിയിലെ വീടിന് മുന്നിലേക്ക് ശില്പയുടെ വണ്ടി വന്നു നിന്നു. അജു ഇല്ലേ ഇവിടെ? ശില്പ വണ്ടിയുടെ ഗ്ലാസ് അല്പം താഴ്ത്തിക്കൊണ്ട് സെക്യൂരിറ്റിയെ നോക്കി ചോദിച്ചു. ഇല്ല മാഡം, സാർ ഇന്നലെ പോയി. സെക്യൂരിറ്റി അവളെ നോക്കി പറഞ്ഞു. എവിടേക്ക്? അവർ സംശയത്തോടെ ചോദിച്ചു. അതറിയില്ല മാഡം. സെക്യൂരിറ്റി പറഞ്ഞതും അവളൊന്ന് ആലോചിച്ചു. അകത്താരെങ്കിലുമുണ്ടോ? ശില്പ വീട്ടിലേക്ക് നോക്കി ചോദിച്ചു. ഉണ്ട് മാഡം. സാറിൻ്റെ അയാൾ പറഞ്ഞ് പൂർത്തിയാക്കാൻ മുമ്പ് അവൾ വണ്ടി വീടിൻ്റെ മുറ്റത്തേക്ക് എടുത്തിരുന്നു. വണ്ടി നിർത്തി ഇറങ്ങി അവൾ നേരെ ചെന്ന് ഡോർ തുറക്കാൻ നോക്കി. അത് അകത്തുനിന്ന് ലോക്കാണെന്ന് കാണെ അവൾ കോളിംഗ് ബെൽ അമർത്തി.